പാക് പട്ടാള ആസ്ഥാനം പിടിച്ചെടുത്ത് അസീം മുനീറിനെ തെരുവിലിട്ട് പട്ടിയെ പോലെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. പാക് പട്ടാളത്തെ കൊന്നെറിയണം, പാകിസ്ഥാൻ ഭരണകൂടത്തെ കത്തിക്കണമെന്ന കൊലവെറി ബലൂജുകളിൽ കത്തിപ്പടരുമ്പോൾ വിറങ്ങലിച്ച് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം. പാക് ആർമി മേജറെ കൊന്ന് തലയറുത്ത് പട്ടാള മേധാവിക്ക് പാഴ്സൽ അയച്ച് പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് വിമതരുടെ പ്രഖ്യാപനം. ബലൂചിസ്ഥാൻ അതിർത്തികൾ വളഞ്ഞ് പട്ടാളം കൂടുതൽ സൈന്യത്തെ ഇറക്കി സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അസീം മുനീർ. ബലൂജുകൾ ഗറില്ല യുദ്ധമുറ പുറത്തെടുത്തു. പാക് പോലീസിനെയും പട്ടാളത്തെയും തട്ടിക്കൊണ്ടുപോകുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിമതരെ പേടിച്ച് പെട്രോളിങ്ങിന് ഇറങ്ങാൻ ഭയപ്പെട്ട് പോലീസും പട്ടാളക്കൂട്ടവും. ബലൂച്ച് ആർമി നേതാക്കളെ കണ്ടെത്തി വധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പട്ടാള മേധാവി. അസീം മുനീറിന്റെ ചാവടുത്തുവെന്ന് ബലൂജികളുടെ മറുപടി. മൊത്തം ബലൂജികൾ വേണ്ട അസീം മുനീറിനെ പടമാക്കാൻ, എന്നിട്ടാണ് ഇന്ത്യയെ തീർത്ത് കശ്മീർ പിടിക്കുമെന്ന ഇയാളുടെ ഗീർവാണമടി. അസീം മുനീറിനെ തീർത്തുകെട്ടാൻ പ്ലാൻ ഇട്ടിറങ്ങിയിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. കാരണം ബലൂജികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ഉത്തരവിട്ടത് അസീം മുനീറാണ്. ബലൂച്ച് പോരാളികളെ കയ്യിൽ കിട്ടിയാൽ പാക് പട്ടാളം കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. അതിക്രൂരമായാണ് ഇവരെ കൊലപ്പെടുത്തുന്നത്. ബലൂച്ച് സ്ത്രീകളെ പാക് പട്ടാളം പീഡനത്തിന് ഇരയാക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ചൈനീസ് നീക്കങ്ങൾക്ക് എല്ലാ ഒത്താശയും പാകിസ്ഥാൻ പട്ടാളമാണ്. ബലൂച്ച് പോരാളികളുടെ കണ്ണിലെ കരട് അസീം മുനീറാണ്. ആ തലയെടുത്തേ അടങ്ങുവെന്ന് അവർ ശപഥം ചെയ്തിരിക്കുന്നു. ആർമി മേജർ കൊല്ലപ്പെട്ട സംഭവം അസീം മുനീറിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് നേരെ തീവ്രവാദം പയറ്റുന്ന പാക്കിന് തലയ്ക്ക് മുകളിൽ വാളാണ് BLA. ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ആർമി മേജർ അൻവർ കക്കർ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ ഖൈബർ പക്തൂൺഖയിൽ 7 പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പക്തൂൺഖയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് 7 പോലീസുകാരെ കാണാതായത്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിൽ പെട്രോളിംഗിന് പോയ പോലീസുകാരായിരുന്നു ഇതെന്ന് ജില്ലാ പോലീസ് മേധാവി അർഷാദ് ഖാൻ പറഞ്ഞു. അവരെല്ലാവരും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. ലദ്ദ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാരായ ഇൻസാഫ്, ആബിദ്, ഇസ്മയിൽ എന്നിവരെ ലദ്ദ പ്രദേശത്ത് പതിവ് പെട്രോളിംഗിനിടെ കാണാതായി എന്ന് ഖാൻ പറഞ്ഞു. ഇതിനു പുറമെ സർവകായ് പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ തങ്ക ചഗ്മാലി പ്രദേശത്ത് നിന്ന് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഖാലിഖ്, കോൺസ്റ്റബിൾ ഇൻഫാനുള്ള, ഹബീബുള്ള, ഇമ്രാൻ എന്നീ 4 പോലീസുകാരെയും കാണാതായിട്ടുണ്ട്. കാണാതായ ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പാക് ആർമി മേജറുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. BLAയുടെ പ്രത്യേക യൂണിറ്റായ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻസ് സ്ക്വാഡാണ് ഈ നടപടി നടത്തിയതെന്ന് BLA വക്താവ് സിയാൻഡ് ബലോച്ച് പ്രസ്താവന ഇറക്കി. BLAയുടെ ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബലൂജികളെ കൊന്നൊടുക്കണമെന്ന് പൊതുമധ്യത്തിൽ നിന്നും കൊലവിളി നടത്തിയ അസീം മുനീറാണ് ബലൂജികളുടെ ലക്ഷ്യം. പാക് പട്ടാളത്തിലെ ഉന്നതന്മാരാണ് തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തല അസീം മുനീറിൻ്റെതാണ്. കാരണം ബലൂജികളെ കൊന്നൊടുക്കണമെന്ന് പൊതുമധ്യത്തിൽ കൊലവിളിച്ചത് അസീം മുനീറായിരുന്നു. പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം ബലൂജികളെ തീർക്കുന്നതിലായിരിക്കണം. ഏറ്റവും കഠിനമായി നിങ്ങൾ അവരോട് പെരുമാറണം. ദയയുടെ കണിക പോലും പാടില്ല എന്ന് പ്രഖ്യാപിച്ച നികൃഷ്ടനാണ് അസീം മുനീർ. ബലൂജുകളുടെ പ്രദേശത്ത് കടന്നു കയറുകയും അവരുടെ മണ്ണും പെണ്ണും സമ്പത്തും കൊള്ളയടിക്കുകയും ചെയ്യുന്നത് പാക് പട്ടാളവും ചൈനയും ഒക്കെ ചേർന്നാണ്. എതിർത്താൽ അവരെ കൊന്നു തള്ളുക എന്ന നിലപാടാണ് പാകിസ്ഥാൻ പട്ടാളത്തിനുള്ളത്. എന്നാൽ ബലൂജികൾ സഹികെട്ട് തിരിച്ചടിച്ചു തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് പൊള്ളി. ശരിക്കും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അണ്ണാക്കിലാണ് ഇപ്പോൾ ബലൂജികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ബലൂജികൾ തീവ്രവാദികളാണെന്നാണ് അസീം മുനീർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥ തീവ്രവാദികളെ മടിയിലിരുത്തി വളർത്തിയിട്ടാണ് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവർക്ക് തീവ്രവാദി എന്ന ചാപ്പ കുത്തിയിരിക്കുന്നത്. തീവ്രവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. ബലൂജികൾ ഒരു പാസഞ്ചർ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് 25 യാത്രക്കാർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ ഉന്നതതല യോഗത്തിലായിരുന്നു ജനറൽ അസീം മുനീർ ഈ പരാമർശം നടത്തിയത്. മികച്ച ഭരണം നടത്താനും പാകിസ്ഥാനെ ഒരു കഠിന രാഷ്ട്രമാക്കാനും അസീം മുനീർ ആഹ്വാനം ചെയ്തു. എത്ര കാലം നമ്മൾ ഒരു മൃദുരാഷ്ട്രത്തിന്റെ രീതിയിൽ എണ്ണമറ്റ ജീവൻ ബലിയർപ്പിക്കുന്നത് തുടരും? സുസ്ഥിര വികസനത്തിന് ദേശീയ ശക്തിയുടെ എല്ലാ ഘടകങ്ങളും യോജിപ്പിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്.
പാകിസ്ഥാനിലെ സായുധ സേനകളുടെയും രക്തസാക്ഷികളുടെയും രക്തം കൊണ്ട് ഭരണപരമായ വിടവുകൾ നികത്തുന്നത് എത്ര കാലം തുടരും? സമാധാനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ലെന്നും, കാരണം എല്ലാ പൗരന്മാരും പാകിസ്ഥാനോട് നിലനിൽപ്പിന് കടപ്പെട്ടിരിക്കുന്നുവെന്നും മുനീർ പറഞ്ഞു. ഭീകരതയിലൂടെ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അറിയണം. നമ്മൾ ഒന്നിച്ച് അവരെ പരാജയപ്പെടുത്തുകയും അവരെ മാത്രമല്ല അവരുടെ എല്ലാ സഹായികളെയും പരാജയപ്പെടുത്തുകയും ചെയ്യും. തീവ്രവാദ ശൃംഖലകൾ തകർക്കുന്നതിനും തീവ്രവാദത്തിനും കുറ്റകൃത്യത്തിനും ഇടയിലുള്ള അവിശുദ്ധ ബന്ധം ഇല്ലാതാക്കുന്നതിനുമായി ദേശീയ കർമ്മ പദ്ധതിയും നടപ്പാക്കും. തീവ്രവാദ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതിനും അനുയായികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവരുടെ നെറ്റ്വർക്കുകൾ ഏകോപിപ്പിക്കുന്നതിനും കൂടുതലായി ഉപയോഗിക്കുന്നു. തീവ്രവാദികളുടെ എല്ലാ ശൃംഖലകളും അഴിക്കണം. ബലൂജികൾ പല മേഖലകളും പിടിച്ചടക്കുന്നു. ഇനി ഒരു ഇഞ്ച് അവർ മുന്നോട്ടേക്ക് വരരുത്. പാക്കിന് നേരെ നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർ മനസ്സിലാക്കണമെന്നും കൊന്നൊടുക്കണമെന്നും മുനീർ ഉത്തരവിട്ടത്. ഇന്ത്യക്കെതിരെ തീവ്രവാദം ആയുധമാക്കുന്ന അസീം മുനീറിന്റെ പ്രസംഗം കൊള്ളാം. അണ്ണൻ ഇതൊക്കെ തള്ളി നാവ് വായിലേക്കിട്ടതും ചത്തു വീണത് 10ഓളം പാക് പട്ടാളമായിരുന്നു. ബലൂജികൾ അതിശക്തമായി പാക് ഭരണകൂടത്തിനും പട്ടാളത്തിനുമെതിരെ ഇറങ്ങിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇന്ത്യക്കെതിരെ കൊലവിളിച്ച് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ കത്തിക്കയറിയ അസീം മുനീറിന്റെ മൂട്ടിൽ പൊട്ടിച്ച് ബലൂജ് ഒരു നീക്കം നടത്തിയിരുന്നു. അന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി വന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇന്ത്യക്കെതിരെ കൊലവിളിച്ച് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ കത്തിക്കയറിയപ്പോൾ അസീം മുനീറിന്റെ മൂട്ടിൽ പൊട്ടിച്ച് ബലൂജ് ഒരു നീക്കം നടത്തിയിരുന്നു. അന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കശ്മീർ പ്രശ്നത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു അന്ന് അസീം മുനീർ കത്തിക്കയറിയത്. നിയമവിരുദ്ധവും നിയമപരമായി അംഗീകരിക്കാൻ കഴിയാത്തതുമായ ജലഭീകരതയാണ് പാകിസ്ഥാനോട് ഇന്ത്യ കാണിക്കുന്നത്.